നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് കർക്കിടക മാസം 1 തീയതി മുതൽ കർക്കിടകം 31 വരെയുള്ള, അതായത് 2025 ജൂലൈ മാസം 17 തീയതി മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര, മകരക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് വിദേശവാസത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ്. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും പുതിയ പഠനത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കുകയും തൻ്റെ പക്കലുണ്ടായിരുന്ന വസ്തുക്കൾ വിൽപ്പന നടത്തുകയും പലവിധ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായ കാലഘട്ടവുമാകുന്നു. പഴയ വീട്ടിൽ നിന്നും താമസം മാറേണ്ടതായ കാലഘട്ടവുമാണ്. ഇടവിട്ട് ധനനഷ്ടം ഉണ്ടാകുകയും അതുമൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടതായി വരാം. ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയും മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉദിക്കുകയും വാഹനങ്ങൾ വാങ്ങുവാൻ താൽപ്പര്യം കാണിക്കുകയും പല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇക്കാലഘട്ടം. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം അർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. അവിട്ടമര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ, കുംഭക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ഐശ്വര്യവും ധനവും സന്തോഷവും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ മാസം. ഗൃഹത്തിൽ പുതിയ വാഹനങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവ വന്നു ചേരുകയും മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും ഭാര്യയ്ക്ക് തൊഴിൽ ലഭിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുവാൻ മുൻകൈ എടുക്കുകയും മനസ്സിൽ പല പദ്ധതികൾ വന്നു ചേരുകയും ചില ത്വക്കുരോഗങ്ങൾ വന്നു ഭവിക്കുകയും വിദേശയാത്രകൾക്ക് മുടക്കം സംഭവിക്കുകയും കലാകാരന്മാർക്ക് കലയിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും തൻ്റെ ദൈവാധീനത്താൽ കുടുംബത്തിൽ നിലനിന്നിരുന്ന പല ക്ലേശങ്ങൾക്കും ശമനമുണ്ടാകുകയും ഫലമാകുന്നു. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുകയും ഭൂമി ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാതെയുള്ള ലാഭം വന്നു ചേരുകയും ഫലമാകുന്നു. പരിഹാരമായി സർപ്പക്ഷേത്രങ്ങളിൽ 100 പാലും നടത്തുന്നത് ഉത്തമമാകുന്നു. പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ഗൃഹനിർമ്മാണം തുടങ്ങുവാനുള്ള ധനം കൈവശം വന്നു ചേരുകയും ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുകയും ദേഹത്തിന് മുറിവ്, ചതവ് എന്നിവ വന്നു ഭവിക്കുകയും കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തി കൈവരിക്കുവാൻ സാധിക്കുകയും നഷ്ടപ്പെട്ട പല വസ്തുക്കളും തിരികെ ലഭിക്കുകയും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസവും ഫലമാകുന്നു. ഇടവിട്ട് ഉദരരോഗം വന്നു ഭവിക്കുകയും വിവാഹകാര്യങ്ങൾക്ക് മുടക്കമുണ്ടാകുകയും ഗവൺമെൻറ്റിൽ നിന്നും പല സഹായ സഹകരണങ്ങൾ വന്നു ചേരുകയും പൂർവിക സ്വത്തുക്കൾ വിൽക്കുകയും അവ വഴി ലാഭം കൈവരിക്കുവാൻ സാധിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ശിവന് മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു.